എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണെന്നതിനെക്കുറിച്ച് ക്ലിയർ ആവുന്നില്ല, അറിയില്ല എന്നൊക്കെ രീതിയിൽ. ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ടാരോ കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ സ്പിരിച്വൽ ടൂളാണ്. നമ്മുടെ ഭാരതത്തിൽ എങ്ങനെയാണോ ജ്യോതിഷം വർക്ക് ചെയ്യുന്നത് അതുപോലെ വെസ്റ്റേൺ കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ടൂളാണ് ഈ ടാരോ. അപ്പം ഞാൻ ഇതിനകത്ത് യൂണിവേഴ്സ് കണക്ട് ചെയ്ത് തരുന്ന മെസ്സേജസ് ആണ് ഇതിനകത്തോട് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കേട്ടിട്ട് അത് റെഫനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്കും പെട്ടെന്ന് ഒരു ദിവസം കണ്ടാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പുതിയ കാര്യമാണ്. അധികം ആളുകൾ ചിലപ്പോൾ ഇതുമായിട്ട് യൂസ്ഡ് ആയിരിക്കില്ല, പരിചയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫനേറ്റ് ആവുന്നില്ല, കണക്ട് ആവുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡിങ് ചെയ്യുന്നത്. Give me the correct reading, universe. Knight of Pentacles, Page of Pentacles, Ten of Wands, Six of Wands, King of Cups, King of Cups, Hierophant. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓവറായിട്ട് മണി സ്പെൻഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇന്ന് ഇത് നിങ്ങൾക്ക് ഒരു മണിയുടെ ബാഡ് കർമ്മ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് കെയർഫുള്ളായിരിക്കാം. മണിയുടെ ബാഡ് കർമ്മ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ് മണി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി മാത്രം സ്പെൻഡ് ചെയ്യുക. അത് മനസ്സിലാക്കാതെ സ്പെൻഡ് ചെയ്താൽ അതിൽ നിന്നും ബാഡ് കർമ്മ ക്രിയേറ്റ് ആവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ മണി ഹാൻഡിൽ ചെയ്യുമ്പോൾ നോക്കണം എന്നാണ് പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്കിന്ന് ഫിനാൻഷ്യലി വളരെ ഗ്രോത്ത് ഉള്ളൊരു ദിവസമാണ്. അതായത് നല്ല മണി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ കാർഡിൽ പറഞ്ഞത് മണി ഓവറായിട്ട് സ്പെൻഡ് ചെയ്യരുത്, അത് നമ്മൾ നോക്കി മാത്രം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത്. ചില ആളുകൾക്കും പൈസ വരുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവും. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അർഹതയുള്ള ആളുകൾക്ക് മാത്രം അത് ചെയ്യാമെന്ന് പറയണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ഈ സഹായിക്കുന്നത് കറക്റ്റായിട്ടുള്ള ആൾക്കാണോ, ആപ്റ്റായിട്ടുള്ള ആൾക്ക് മാത്രം നമ്മൾ അതിൻ്റെ ബെനഫിറ്റ്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുക എന്നാണ് പറയുന്നത്. ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറച്ച് നാളുകളായി പല ആൾക്കാരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ മണി നിങ്ങളിലേക്ക് ഇന്ന് വളരെ അധികം വരുന്നതെന്ന് കാണിക്കുന്നത്. കുറേ നാളുകളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചില ആൾക്കാരുണ്ടാവും. അതായത് അവർ കുറേ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതും മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ സക്സസ് തന്നെ ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഈസി ആയിട്ട് നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊപ്പം മാനിഫെസ്റ്റേഷനും കൂടി ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുത്തതായി എല്ലാ ദിവസവും മനസ്സിൽ നമ്മൾ സങ്കല്പിക്കണം. അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ഒരു സന്തോഷം,
അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അത് മനസ്സിൽ അനുഭവിക്കണം എന്നാണ് പറയുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ ഹാർഡ് വർക്കിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ക്യൂനോ കപ്സ് ആണ്. ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ക്യൂനോ കപ്സിൻ്റെ ക്യൂനോ കിങ് ഓഫ് കപ്സിൻ്റെ രണ്ടും വന്നിട്ടുണ്ട്, രണ്ട് എനർജിയും വന്നിട്ടുണ്ട്. അതായത് കിങ് എന്ന് പറയുന്നത്, കിങ്ങും ക്യൂനൊക്കെ ഒരു പീക്ക് എനർജിയാണ്. രാജാവ്, രാജ്ഞി എന്ന് പറയുന്ന എല്ലാത്തിൻ്റെ ഒരു ഡൊമൈനായിട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത ഈ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. പല ആളുകളും നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുമ്പോഴോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ എന്താ പറയുക പരിഹസിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക കളിയാക്കുന്ന ആളുകളുണ്ടാവാം, ചില ആളുകൾ അസൂയപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. ഇതൊന്നും നമ്മളെ ബാധിക്കരുതെന്നാണ് പറയുന്നത്. അതിലൊന്നും പെട്ട് വീണ് പോകരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. വളരെ പ്രയാസമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഹാൻഡിൽ ചെയ്ത് പോവുക എന്ന് പറയുന്നത്. പക്ഷെ ലക്ഷ്യത്തിലെത്തുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. ഇത് നിങ്ങൾ വൺസ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നിങ്ങളെ ഈ പരിഹസിച്ചവരും കളിയാക്കിയും ഇങ്ങനത്തെ ആൾക്കാരെല്ലാവരും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഹീറോഫൻറ്റിൻ്റെ എനർജിയാണ്. അതായത് എല്ലാ ആളുകളും നമ്മൾ പറയുന്ന ഇതിലേക്ക്, അതായത് നമ്മൾ എന്താണോ പറയുന്നത് അത് കേൾക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ആളുകൾ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്കിത് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു നല്ല എനർജിയിലിരിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.